നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മനുപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഘോഷയാത്രാ പർവ്വത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുദ്ഗലോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ്. മുദ്ഗലൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ കഥയായിരുന്നു. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവർ കഴിഞ്ഞൊരു വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്നലെ അവസാനം കേട്ടത് മുദ്ഗലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദേവദൂതന്മാർ വരുന്നതാണ്. ദേവദൂതന്മാർ വന്നിട്ട് അദ്ദേഹത്തിനെ കുടുംബത്തെയും ജീവനോടുകൂടി തന്നെ ഉടലോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ അയച്ച രഥമായിരുന്നു. അപ്പോൾ ആ രഥത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ദേവദൂതൻ മുദ്ഗലനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുദ്ഗലൻ ചോദിക്കുകയാണ്, ഈ സ്വർഗവാസികൾക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും അങ്ങ് ദയവ് ചെയ്ത് എന്നോടൊന്ന് പറഞ്ഞു തരണം. അതിന് അങ്ങ് എൻ്റെ ഒരു സുഹൃത്തായെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങ് എന്നോട് കുറച്ച് വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. 7 പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുലീനരായവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായെന്നാണ് പറയുന്നത്. ഇതിനെ സാപ്തപദീന സഖ്യം എന്നാണ് പറയുന്നത്. അങ്ങ് എന്നോടിപ്പം 7 പദത്തിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട് ഞാൻ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് ചോദിക്കുകയാണ്. എനിക്ക് സ്വർഗത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവദൂതൻ മുദ്ഗലിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം എല്ലാവർക്കും സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് തിടുക്കം. അങ്ങേ ഇപ്പോൾ സ്വർഗത്തിൻ്റെ കാര്യം വെറുതെ ചോദിച്ച് ഒരു മൂഢനെ പോലെ ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആ സ്വർഗത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള സ്വർഗത്തെക്കുറിച്ചിട്ട് ഞാൻ അങ്ങേക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. സ്വർഗം ഏറ്റവും ഉയർന്ന ലോകമാണ്. നല്ല വഴിയിലൂടെ ജീവിക്കുന്നവര് അവരെ വിമാനത്തിൽ കയറി സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു. തപസ് ചെയ്യാത്തവരോ ദാനം ചെയ്യാത്തവരോ യജ്ഞം ചെയ്യാത്തവരോ ധർമ്മം ചെയ്യാത്തവരോ ഒരിക്കലും സ്വർഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല. യുദ്ധത്തിൽ വെച്ചിട്ട് മരണമടയുന്ന വീരന്മാരും സ്വർഗത്തെ പ്രാപിക്കുന്നുണ്ട്. ദേവന്മാർ, സാധ്യന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, മഹർഷികൾ എന്നിങ്ങനെ ഉള്ളവരുടെ ആവാസ കേന്ദ്രങ്ങളായിട്ട് വേറെ വേറെ സ്വർലോകങ്ങളെ നമുക്ക് കാണാം. ആ ലോകങ്ങളെല്ലാം വളരെ ഐശ്വര്യം നിറഞ്ഞതും തേജോമയവുമായിട്ടുള്ള പ്രദേശങ്ങളാണ്. 30,000 യോജന മേൽപ്പരപ്പുള്ള മേരുപർവ്വതത്തിൻ്റെ മുകളിലാണ് നന്ദനം എന്ന് പറയുന്ന സ്വർഗത്തിലെ ഉദ്യാനം നിലനിൽക്കുന്നത്. അവിടെയുള്ളവർക്ക് വിശപ്പോ ദാഹമോ വാട്ടമോ ഉഷ്ണമോ കുളിരോ ഭയമോ ഒന്നും ഉണ്ടാവുകയില്ല. അശുഭമായതും ഭീകരമായതുമായിട്ടുള്ള ഒരു കാര്യവും അവിടെ സംഭവിക്കുകയില്ല. അവിടെ എപ്പോഴും നല്ല സുഗന്ധം പരന്നിരിക്കും. കാതിനും ഹൃദയത്തിനും സുഖമുണ്ടാക്കുന്ന ശബ്ദങ്ങൾ മാത്രമേ അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള ലോകത്തിലാണ് സൽഫലം ചെയ്യുന്ന മനുഷ്യരെ എത്തിച്ചേരുന്നത്. മാതാപിതാക്കൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടല്ല, സ്വന്തമായി ചെയ്യുന്ന കർമ്മഫലങ്ങൾ കൊണ്ടാണ് മനുഷ്യർക്ക് സ്വർഗലോകപ്രാപ്തി ലഭിക്കുന്നത്. അവിടെ വിസർജ്യങ്ങളോ വിയർപ്പോ ദുർഗന്ധമോ ഇല്ല. അവിടെ വസിക്കുന്നവരുടെ വസ്ത്രങ്ങളിലെ പൊടി പറ്റുകയില്ല. പൂമാലകൾ ദിവ്യഗന്ധത്തോടു കൂടിയിട്ട് എപ്പോഴും കഴുത്തിൽ വാടാതെ കിടക്കും. ഞാൻ ഈ വന്നതുപോലെയുള്ള പലതരത്തിലുള്ള വിമാനങ്ങൾ ആ സ്വർഗവാസികൾക്കെല്ലാം ഉണ്ട്. വെറുപ്പ്, ആഗ്രഹം, ദുഃഖം, മത്സരബുദ്ധി ഇതൊന്നുമില്ലാതെ അവിടെയുള്ള ആളുകൾ വളരെ സുഖമായിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവ കൂടാതെ ഇവയുടെ മുകളിലായിട്ട് സുഖപൂർണമായിട്ടുള്ള വേറെ പുണ്യലോകങ്ങളും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യം കാണുന്നത് തേജോമയവും പുണ്യകരവുമായിട്ടുള്ള ശുഭലോകങ്ങളാണ്. സ്വന്തം ശുഭകർമ്മം കൊണ്ട് പുണ്യം നേടിയിട്ടുള്ള ഋഷികളാണ് അവിടെ ചെല്ലുന്നത്. അതിന് മുകളിലായിട്ട് ദേവന്മാരായിട്ടുള്ള ഋപുക്കൾ താമസിക്കുന്ന പുണ്യഭൂമിയാണുള്ളത്. അതിനും മുകളിലുള്ള ലോകത്താണ് ദേവകൾ യാഗം ചെയ്യുന്ന ലോകമുള്ളത്. അവിടെ വാഴുന്നവർക്ക് സ്ത്രീകൾ മൂലമുള്ള വികാരങ്ങളോ ദുഃഖമോ മാത്സര്യമോ ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ആ ദേവരൂപന്മാരെ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് ഒരിക്കലും ഒരു സുഖത്തിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യം വരുന്നതേയില്ല. കൽപ്പം മാറുന്ന കാലത്ത് പോലും അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സുഖദുഃഖങ്ങളോ രാഗദ്വേഷങ്ങളോ അവരെ ഒരിക്കലും വിഷമിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള പരമമായിട്ടുള്ള അവസ്ഥയെ ദേവതകൾ പോലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരമമായിട്ടുള്ള സിദ്ധി അങ്ങനെ എളുപ്പത്തിലൊന്നും ആർക്കും ലഭിക്കുന്നതല്ല. കാമപരമായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും അത് സിദ്ധിക്കുകയില്ല. ദേവദൂതൻ മുദ്ഗലിനോട് പറയുകയാണ്, അങ്ങ് ദാനത്താലും അങ്ങയുടെ ഇന്ദ്രിയ നിഗ്രഹത്താലും
സ്വർഗ്ഗലോകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി നേടിയിരിക്കുന്നു. ഇനി ഞാൻ സ്വർഗത്തിൽ ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ ദോഷങ്ങളാണ് സ്വർഗവാസികളെ ബാധിക്കുന്നതെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഭൂമിയിൽ വെച്ച് ഏതേത് കർമ്മങ്ങളാണോ ചെയ്തിട്ടുള്ളത് ആ കർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങൾ സ്വർഗത്തിൽ വെച്ചിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് സാധിക്കും. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് പുതിയതായിട്ടുള്ള കർമ്മങ്ങളൊന്നും തന്നെയില്ല. ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗലോകത്തേക്ക് എത്തിച്ചേരുന്നത്. ആ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് തിരികെ പതിക്കും. സുഖസമ്പൂർണ്ണ ചിത്തരായിട്ടിരിക്കുന്നതിൽ വളരെ സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരികെ പതിക്കുന്നു. ഇതാണ് സ്വർഗലോകത്ത് കഴിയുന്നവരുടെ ഏറ്റവും വലിയ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം. പുണ്യം നശിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമോഹം കൊണ്ട് അവർക്ക് അവരുടെ ശരീരത്തിലൊക്കെ പൊടികളൊക്കെ പിടിക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഇട്ടിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള മാലയ്ക്ക് വാട്ടം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുണ്യഫലം അനുഭവിച്ച് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അവർ പിന്നീടും കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് തിരിച്ച് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. സ്വർഗലോകങ്ങളിൽ ബ്രഹ്മലോകം വരെ ഈ ദോഷങ്ങൾ അവിടെയുള്ളവർക്ക് കാണപ്പെടുന്നതാണ്. സ്വർഗലോകത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് പതിച്ചാലും അവരുടെ ആ മനുഷ്യജന്മത്തിൽ അവരുടെ മുൻകാല ജന്മങ്ങളിലെ ഫലങ്ങളൊക്കെ വീണ്ടും പ്രതിഫലിച്ച് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. നല്ല മനുഷ്യരായിട്ടായിരിക്കും അവർ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അവർക്ക് വീണ്ടും മനുഷ്യജന്മം മാത്രമേ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള നീചജന്മങ്ങളിലേക്ക് സ്വർഗപ്രാപ്തി കിട്ടിയവരെ ഒരിക്കലും തിരിച്ചു പോവുകയില്ല. മനുഷ്യലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ മഹാന്മാരായി സുഖം നേടി വീണ്ടും അവർ അധർമ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പുണ്യലോകത്തിൽ കഴിയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശേഷി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനുഷ്യർക്ക് ഇഹലോകത്തിലാണ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമുള്ളത്. പരലോകത്തിലാണ് അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നത്. മുദ്ഗലൻ പറഞ്ഞു, അങ്ങ് സ്വർലോകത്തെ ദോഷങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞല്ലോ. എനിക്കറിയേണ്ടത് ഈ ദോഷങ്ങളൊന്നുമില്ലാത്ത ഏതെങ്കിലും ഉയർന്ന ലോകമുണ്ടോ? അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ അങ്ങ് അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം. ദേവദൂതൻ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബ്രഹ്മലോകത്തിനും ഉപരിയായിട്ടാണ് പരമമായിട്ടുള്ള വിഷ്ണുലോകം നിൽക്കുന്നത്. അവിടേക്ക് സാധാരണക്കാരായിട്ടുള്ള ആർക്കും പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പരമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന പുണ്യാത്മാക്കൾക്ക് മാത്രമേ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മോക്ഷം നേടുന്ന പുണ്യാത്മാക്കൾക്ക് മാത്രമേ വിഷ്ണു ലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. സാധാരണ കർമ്മഫലത്തിൻ്റെ ഫലമായിട്ട് ഒരിക്കലും ആളുകൾക്ക് വിഷ്ണു ലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല. അങ്ങ് പറഞ്ഞതിനെല്ലാം ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദയവ് ചെയ്ത് അങ്ങ് ഈ തേരിലേക്ക് കയറിയാൽ നമുക്ക് തിരിച്ച് സ്വർഗ്ഗലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. മുദ്ഗലൻ കുറച്ചു നേരം ആലോചിച്ചു നിന്നു. അതിനുശേഷം ആ ദേവദൂതനോട് ഇങ്ങനെ പറഞ്ഞു, ദേവദൂത, അങ്ങേക്ക് നമസ്കാരം. അവിടെ എത്തിക്കഴിഞ്ഞാലും എൻ്റെ കർമ്മങ്ങൾ തീർന്നു കഴിഞ്ഞാലും ഞാൻ വീണ്ടും ഈ ദുഃഖഭൂമിയിലേക്ക് പതിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള ഒരു ലോകം എനിക്ക് ആവശ്യമില്ല. എന്നും സുഖം കിട്ടുന്ന ഒരു ലോകം മാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ. എനിക്കതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന സ്വർലോകമായിട്ടുള്ള വിഷ്ണു ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളൂ. അങ്ങ് ദയവ് ചെയ്ത് തിരിച്ചു പൊക്കോളൂ. ഞാൻ അങ്ങയുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുദ്ഗലൻ ആ ദേവദൂതനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തിരിച്ച് പറഞ്ഞയച്ചു. ദേവദൂതനെ മടക്കി അയച്ച മുദ്ഗലൻ തൻ്റെ തപസ് വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. സ്തുതിയെ നിന്ദയും അവൻ ഒരുപോലെ തന്നെ കരുതിക്കൊണ്ടിരുന്നു. തൻ്റെ ഇന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് നാവിനെ നിയന്ത്രിക്കുന്നതിൽ അവൻ അങ്ങേയറ്റം വിജയിച്ചിരുന്നു. മണ്ണും കല്ലും പൊന്നുമെല്ലാം ഒരുപോലെ തന്നെ ആ ബ്രാഹ്മണന് തോന്നിയിരുന്നുള്ളൂ. ധ്യാനം കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യം വളർത്തി ബ്രഹ്മജ്ഞാനം നേടി ആ ബ്രാഹ്മണൻ ഏറ്റവും ഉയർന്ന പദമായിട്ടുള്ള വിഷ്ണുലോകത്തെ പ്രാപിക്കുക തന്നെ ചെയ്തു. വ്യാസൻ യുധിഷ്ഠിരനോടുള്ള സംസാരം തുടരുകയാണ്. യുധിഷ്ഠിര, മുദ്ഗലനെ പോലെ ആകാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കുക. ഈ ലോകത്ത് കിട്ടുന്നതൊന്നും ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും തരുന്ന കാര്യമല്ല. അപ്പം ആ കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുക. ഏറ്റവും ഉയർന്ന പദമായിട്ടുള്ള വിഷ്ണുപദം നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നീ ഇപ്പോഴേ ആരംഭിക്കുക. നീ ധാരാളം പുണ്യം നേടിയിട്ടുള്ളവനാണ്. നിനക്ക് ഹസ്തിനാപുരം തിരിച്ച് രാജ്യഭരണത്തിനായിട്ട് കിട്ടും. ഈ ലോകത്തിൻ്റെ രാജാവായിട്ട് നീ മാറും. വ്യാസഭഗവാൻ പാണ്ഡവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും മറഞ്ഞു. പാണ്ഡവർക്ക് വീണ്ടും മനസ്സിന് വ്യാസന്റെ സന്ദർശനം കൊണ്ട് കാമികവനത്തിൽ കഴിയുന്ന പാണ്ഡവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതുകൊണ്ട് നമ്മൾ ബ്രീഹി ദ്രോണിക പർവം എന്ന് പറയുന്ന ഒരു ഉപപർവം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ദ്രൗപദി ഹരണപർവം എന്ന് പറയുന്ന പുതിയ ഒരു ഉപപർവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജനമേജയൻ
വൈശമ്പായനോട് ചോദിക്കുകയാണ്, ഭവാനെ, പാണ്ഡവര് കാട്ടില് കഴിഞ്ഞിരുന്ന സമയത്ത് ദ്രൗപദി ദേവിക്ക് സൂര്യൻ അക്ഷയപാത്രം കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ട് അവര് ആയിരക്കണക്കിന് ബ്രാഹ്മണരെ എല്ലാ ദിവസവും ഊട്ടിയിരുന്നു. ഈ സമയത്ത് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതോടൊപ്പം തന്നെ ആ സമയത്ത് കൗരവര് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വൈശമ്പായനൻ തന്റെ കഥ തുടരുകയാണ് ജനമേജയൻ ചോദിച്ചതിന്റെ ഉത്തരമായിട്ട്. കാട്ടിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവര് വ്യാസഭഗവാന്റെ സന്ദർശനത്തിന് ശേഷം മനസ്സിലൊക്കെ ഉന്മേഷത്തോടു കൂടിയിട്ട് അവിടെ കഴിഞ്ഞിരുന്നു. അവരെ അക്ഷയപാത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ആയിരക്കണക്കിന് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തിട്ട് വളരെ സന്തോഷപൂർവ്വമായിരുന്നു കഴിഞ്ഞിരുന്നത്. ചാരന്മാർ മുഖേന ദുര്യോധനാദികള് ഈ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉള്ളിൽ വീണ്ടും പാപചിന്ത വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവരെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം എന്നുള്ള ചിന്ത വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ കർണനും ശകുനിയും ഒക്കെ ദുഷ്ടബുദ്ധികളായതുകൊണ്ട് അവർക്കും ഇവരെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അതിനുള്ള ഒരു ഉപായം അവരെ ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്നു. നേരിട്ടുള്ള യുദ്ധത്തിന് അവർക്ക് ആ സമയത്ത് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് അപായം ഉണ്ടാകണം എന്നുള്ള ചിന്തയായിരുന്നു ദുര്യോധനാദികൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദുർവാസാവ് മഹർഷിയും 10,000 ശിഷ്യന്മാരുമായിട്ടാണ് ചെന്നത്. ചെറിയ കാര്യത്തിന് പോലും അതിഭയങ്കരമായിട്ട് കോപിച്ചുകൊണ്ടിരിക്കുന്ന ദുർവാസാവിനെ കണ്ടപ്പോൾ തന്നെ ദുര്യോധനൻ ഭീതിയോടും കൂടിയും വിനയത്തോടും കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തിന് ഉപചാരപൂർവ്വം കൊണ്ടുപോകുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരുമൊത്ത് കുളിക്കാൻ പോകും. ദുര്യോധനൻ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കും. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നു കഴിയുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി കിടന്നു കഴിഞ്ഞിട്ട് പാതിരാത്രിയാകുമ്പം എഴുന്നേറ്റിട്ട് ചോറ് എവിടെയും ചോദിക്കും. ആ സമയത്ത് വീണ്ടും ദുര്യോധനൻ ചോറ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടക്കും. ഇങ്ങനെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പല സമയത്തും ദുർവാസാ മഹർഷി ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ശാപത്തെ പറഞ്ഞിട്ട് ദുര്യോധനൻ ഒരു അപ്രിയവും കാണിക്കാതെ വളരെ വിനയത്തോടു കൂടിയിട്ട് ഈ ദുർവാസാ മഹർഷിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറേയൊക്കെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ദുര്യോധനന് ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായിട്ടുള്ള ദുർവാസാവ് ദുര്യോധനിൽ അതിപ്രീതനായി തീർന്നു. നിനക്ക് ഞാൻ എന്ത് വരമാണ് തരേണ്ടത്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ദുര്യോധനൻ കാത്തിരുന്നത്. നേരത്തെ തന്നെ കർണനും ദുശോസനും ശകുനിയും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ദുര്യോധനൻ ഒരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്റെ പദ്ധതി വിജയിക്കുന്നതിൽ സന്തുഷ്ടനായിട്ടുള്ള ദുര്യോധനൻ ദുർവാസാ മഹർഷിയോട് വളരെ വിനയപൂർവ്വം പറഞ്ഞു, അങ്ങ് ഞങ്ങളെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതുപോലെ കാട്ടിൽ എൻ്റെ സഹോദരന്മാരായിട്ടുള്ള പാണ്ഡവർ വസിക്കുന്നുണ്ട്. അങ്ങ് ഈ ബ്രാഹ്മണരുമായിട്ട് അവിടെ ചെന്നിട്ട് അവരെയും അനുഗ്രഹിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ഒരു വരം മാത്രം എനിക്ക് മതി എന്നാണ് ദുര്യോധനൻ പറഞ്ഞത്. ഇവിടെ ഈ ദുർവാസാവ് ചെയ്ത പോലെ തന്നെ അവിടെയും ചെന്നിട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പൊ ആ രീതിയിൽ ദുർവാസാവിൽ നിന്ന് ഒരു ശാപം ഈ പാണ്ഡവർക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ദുഷ്ടാത്മാവായിട്ടുള്ള ദുര്യോധനന്റെ ഉദ്ദേശം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ദുർവാസാവ്, അങ്ങനെയാവട്ടെ, ഞാൻ നിന്റെ വരം അതേപോലെ തന്നെ സാധിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാമിക വനത്തിലേക്ക് യാത്രയായി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അടുത്ത ദിവസം തന്നെ ദുർവാസാവ് മഹർഷി പാഞ്ചാലിയുടെ ഭോജനം കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അക്ഷയപാത്രത്തിൽ നിന്നും ഭക്ഷണമൊന്നും കിട്ടുകയില്ല എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ ദുർവാസാവ് മഹർഷി പാണ്ഡവരുടെ അടുത്ത് ചെന്നു. ദുർവാസാവ് മഹർഷിയും 10,000 ശിഷ്യന്മാരുമായിട്ടാണ് ചെന്നത്. അവിടെ ദുർവാസാവിനെ മഹർഷിയെ കണ്ട ഉടനെ പാണ്ഡവര് അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ച് ആനയിച്ച് പാദാർഘ്യങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം, എനിക്ക് ശിഷ്യന്മാർക്കും ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നദിയിലേക്ക് പോയി. പാഞ്ചാലി ഇതുപോലെ ധർമ്മസങ്കടത്തിലായ ഒരു സമയം ഉണ്ടായില്ല. പാഞ്ചാലിക്ക് അതിഭയങ്കരമായിട്ടുള്ള വിഷമവും സങ്കടവും വന്നു. പക്ഷേ തന്റെ ഭർത്താക്കന്മാരോട് ഇപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിഭയങ്കരമായിട്ട് വിഷമിക്കും എന്നുള്ള കാര്യവും പാഞ്ചാലിക്ക് മനസ്സിലായി. അങ്ങനെ അവള് തന്റെ ഒരേ ഒരു രക്ഷകനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിമനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ കൃഷ്ണന് വേണ്ടിയിട്ട് പാഞ്ചാലി നടത്തുന്നത്. കൃഷ്ണ കൃഷ്ണ മഹാബാഹു, ദേവകീ നന്ദന, അച്യുത, വാസുദേവ, ജഗന്നാഥ, ഞാൻ കൈകൂപ്പി അങ്ങയെ വണങ്ങുകയാണ്. കൈകൂപ്പുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനെ, പ്രജാപാല, പരാൽപര, ഞാൻ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഈ ഗതികെട്ടവളെ അങ്ങ് കൈവിടരുത്. ഞാനും എൻ്റെ ഭർത്താക്കന്മാരും അതിഭയങ്കരമായിട്ടുള്ള വിഷമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് കൈയൊഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വലിയ ആപത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഗതിയായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് കൈകിട്ടാൽ പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതുകൊണ്ട് ഭഗവാനെ പ്രഭു എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി പാഞ്ചാലി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാഞ്ചാലി പറഞ്ഞു, ദുശാസനിൽ നിന്ന് പണ്ട് ഭഗവാൻ ആരും അറിയാതെ എന്നെ രക്ഷിച്ചതുപോലെ ഭഗവാനെ ഒരിക്കൽ കൂടി എന്നെ രക്ഷിക്കണേ
ഇപ്രകാരം പാഞ്ചാലിയുടെ പ്രാർത്ഥന കേട്ട സമയത്ത് രുക്മിണിയുടെ അടുത്തിരുന്നിരുന്ന ഭഗവാൻ ഒന്നും മിണ്ടാതെ ക്ഷണനേരം കൊണ്ട് പാഞ്ചാലിയുടെ അടുത്തെത്തി. ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ എത്തിയത് കണ്ടിട്ട് പാഞ്ചാലി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതിനുശേഷം ദുർവാസാവ് അതിഥിയായി എത്തിയ വിവരവും അതിനോടൊപ്പം തന്നെ തങ്ങള് വന്ന് പെട്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ചിട്ടും കൃഷ്ണനോട് സങ്കടത്തോടു കൂടിയിട്ട് ഉണർത്തിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരു മന്ദഹാസത്തോടു കൂടിയിട്ട് പറഞ്ഞു, ദ്രൗപദി, ഞാനും വിശന്നു വലഞ്ഞാണ് വന്നിരിക്കുന്നത്. എന്നെ ആദ്യം ഊട്ടുക, അതിനുശേഷം ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം. കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് പാഞ്ചാലി ലജ്ജയോട് കൂടിയിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി അതിൽ ഒട്ടും ചോറില്ല. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദിത്യ ഭഗവാൻ തന്ന ആ പാത്രത്തിൽ നിന്നും ചോറ് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് അങ്ങനോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങേക്ക് ചോറ് വരാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഇപ്പോഴേ ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി നാളെ എനിക്ക് അതിൽ ഭക്ഷണം ലഭിക്കുകയുള്ളൂ. ഇത് കേട്ടിട്ട് കൃഷ്ണൻ ഗൗരവത്തോടു കൂടിയിട്ട് പറഞ്ഞു, പാഞ്ചാലി, നീ ഇപ്പോൾ തമാശ പറയേണ്ട സമയമല്ല, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്കെന്തെങ്കിലും നീ കഴിക്കാൻ തരൂ. ഇത് കേട്ടിട്ട് കൃഷ്ണ അപമാനഭാരത്താൽ അവിടെ ഇരുന്നുകൊണ്ട് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ഇത് കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, നീ കളി പറയേണ്ട സമയമല്ല പാഞ്ചാലി, എനിക്ക് വിശന്നിട്ട് വയ്യ, നീ പാത്രം പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാൻ ആ പാത്രം ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് ലജ്ജയോട് കൂടിയിട്ട് പാഞ്ചാലി ആ പാത്രം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വക്കില് ചീരക്കറിയുടെ ചെറിയൊരു ഭാഗം, ചീരക്കറിയുടെ ചെറിയൊരു പൊട്ട് അതിൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അതെടുത്തിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് ഇതിൽ ഭക്ഷണമൊന്നുമില്ല, എന്താ എനിക്കുള്ള ആവശ്യത്തിലുള്ള ഭക്ഷണം ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കള്ളച്ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ അത് കഴിച്ചു. അത് തൃപ്തിയോടുകൂടി കഴിച്ചതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭക്ഷിച്ച ഈ ചീരക്കറി കൊണ്ട് യജ്ഞഭുക്കും വിശ്വാത്മാവും ഈശ്വരനുമായിട്ടുള്ള ഹരി പ്രീതിയോട് കൂടിയിട്ട് വർത്തിക്കട്ടെ. അനന്തരം കൃഷ്ണൻ സഹദേവനോട് പറഞ്ഞു, നീ പോയി ആ മുനിമാരോട് ഉണ്ണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുക എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് സഹദേവൻ ദുർവാസാവും ശിഷ്യന്മാരും കുളിക്കുന്ന ഭാഗത്തേക്ക് അവരെ തിരക്കി യാത്രയായി. ആ സമയത്ത് ദുർവാസാവും ശിഷ്യന്മാരും അവിടെയുള്ള നദിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അവരെ അഖമർഷണം എന്ന് പറയുന്ന ഒരു ഋഗ്വേദത്തിലെ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ജലത്തിൽ മുങ്ങുന്ന ഒരു ചടങ്ങാണിത്. അതുകൊണ്ട് ജന്മത്തിലെ പാപങ്ങളെല്ലാം മാറും എന്നാണ് വിശ്വാസം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വെള്ളത്തിൽ മുങ്ങി ഉയർന്നു കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മുനിക്കും കൂട്ടത്തിലുണ്ടായിരുന്ന 14 ശിഷ്യന്മാർക്കും അവർക്കെല്ലാം ദഹനരസം തികട്ടി വന്നു. വയറ് നല്ലതുപോലെ വലിയൊരു സദ്യ കൊണ്ടിട്ട് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ അവർക്കെല്ലാം ഉണ്ടായി. അവരെല്ലാവരും അങ്ങനെ നദിയിൽ നിന്നും കരയിൽ കയറി കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സദ്യ കൊണ്ടിട്ട് വയറ് നിറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടിട്ട് ദുർവാസാവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ ആ രാജർഷിയോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇനി നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ രാജർഷിക്ക് ഭയങ്കര വിഷമമാകും. നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ ഒരു അപ്രീതിക്ക് നമ്മൾ കാരണക്കാരാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് വൃതനിഷ്ഠന്മാരും ധർമ്മിഷ്ഠന്മാരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അപ്രീതിക്ക് പ്രാപ്തിയായി കഴിഞ്ഞാൽ നമുക്കത് വലുതായിട്ടുള്ള കോട്ടമുണ്ടാക്കും. ദുർവാസാവ് പറഞ്ഞു, എനിക്ക് പണ്ട് അംബരീഷനിൽ നിന്നും ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ വിഷ്ണു ഭക്തന്മാരെയൊക്കെ ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരറിയാതെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. അവരുടെ മുമ്പിൽ ചെന്നിട്ട് അവരുടെ കോപാഗ്നിക്ക് വല്ലതും പാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഞ്ഞി കത്തുന്നത് പോലെ കത്തിപ്പോകും. അതുകൊണ്ട് ശിഷ്യന്മാരെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവരുടെ കണ്ണിൽ പെടാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ, ഞാൻ ഇവിടുന്ന് സ്ഥലം വിടുകയാണെന്ന് പറഞ്ഞിട്ട് ദുർവാസാവും ശിഷ്യന്മാരും ഒക്കെ 10 ദിക്കിലേക്കുമായിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ സഹദേവൻ ഈ നദിയിൽ ഇവർ കുളിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ശൂന്യമായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. ആ സമയത്ത് മുനിമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ദുർവാസാവും ശിഷ്യന്മാരും കൂടി തിടുക്കപ്പെട്ട് എങ്ങോട്ടേക്കേ പോകുന്നത് കണ്ടു, എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ സഹദേവൻ വിഷമിച്ച് തിരിച്ച് യുധിഷ്ഠിരന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അവരെ അവിടെ കാണുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം യുധിഷ്ഠിരനെ ദുർവാസാവിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് യുധിഷ്ഠിരൻ വിഷണ്ണനായി ദുഃഖത്തോടു കൂടിയിട്ട് പറഞ്ഞു, ആ മഹർഷി ഇനി രാത്രി കയറി വന്നിട്ട് നമ്മളോട് ഭക്ഷണം ചോദിക്കും, നമ്മളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇനി രാത്രിയിൽ നമ്മൾ എവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാനാണ് ഒക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാൻ കൃഷ്ണൻ അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പേടിക്കേണ്ട, നിങ്ങളുടെ തേജസ് ഓർത്തിട്ട് നിങ്ങളുടെ ശാപം ഭയന്നിട്ടാണ് അവരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം ആ ദുർവാസാവ് മഹർഷിക്ക് അറിയാം. അതുകൊണ്ട് അവരിനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരന് അതീവമായിട്ടുള്ള ആശ്വാസവും സന്തോഷവുമായി. അവരെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ കാൽപാദത്തിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എപ്പോഴും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ സംരക്ഷണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആപത്തില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ അവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വണങ്ങി.
ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചതിന് ശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് പോയി. ആ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവര് അങ്ങനെ വീണ്ടും സന്തോഷത്തോടു കൂടിയിട്ട് കാമികാന്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വൈശമ്പായനൻ ജനമേജയനോട് പറഞ്ഞു, നീ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ ബാക്കി നിന്നോട് പറയാം. കാമികവനത്തിൽ ജീവിച്ചിരുന്ന പാണ്ഡവര് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ബ്രാഹ്മണരോടൊപ്പം അവിടെ വേട്ടയാടിയും യജ്ഞങ്ങൾ നടത്തിയും കഥകൾ കേട്ടുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പിന്നീടുള്ള കാലം ജീവിച്ചിരുന്നത്. അങ്ങനെ അവർ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം പാണ്ഡവരെല്ലാവരും കൂടി ബ്രാഹ്മണർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാംസത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പല ദിക്കുകളിലേക്കായിട്ട് യാത്ര ചെയ്യും. ആ സമയത്ത് തൃണബിന്ദു എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ പുരോഹിതനായിട്ടുള്ള ധൗമ്യനെയാണ് പാഞ്ചാലിയുടെ സുരക്ഷയെ ഏൽപ്പിച്ചിട്ട് പോയത്. പാണ്ഡവരെല്ലാവരും അവിടെ നിന്ന് പോയ സമയത്ത് ആ കാട്ടിലൂടെ ആ സമയത്ത് സിന്ധു രാജാവായിട്ടുള്ള വൃദ്ധക്ഷത്രന്റെ മകനായിട്ടുള്ള ജയദ്രഥൻ തൻ്റെ അനുയായികളുമായിട്ടുള്ള രാജാക്കന്മാരുമായിട്ട് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. വധുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അനേകം സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഘോഷയാത്രയായിട്ടായിരുന്നു വലിയൊരു പടയോടൊപ്പം ഇവർ ആ കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവർ പാഞ്ചാലിയും പാണ്ഡവരും താമസിച്ചിരുന്ന ആശ്രമത്തിന് അരികിലൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ജയദ്രഥന്റെ കണ്ണുകൾ പാഞ്ചാലിയിൽ ഉടക്കി. അവന് ആദ്യമായിട്ടാണ് അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുന്നത്. പാഞ്ചാലിയെ കണ്ടിട്ട് അവളുടെ ശരീരത്തിന്റെ ഭംഗി കണ്ടിട്ട് ജയദ്രഥൻ വല്ലാതെ മയങ്ങിപ്പോയി. അവന് ആദ്യമായിട്ടായിരുന്നു അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ സംശയമായി, ഇത് മനുഷ്യ സ്ത്രീയാണോ അതോ അപ്സരസാണോ, ദേവകന്യകയാണോ? അവളെ കണ്ടുകൊണ്ട് അവൻ അത്ഭുതത്തോടു കൂടിയിട്ട് അറിയാതെ കൈകൂപ്പിപ്പോയി. ജയദ്രഥൻ ആ ദിവ്യസുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയെ കണ്ടിട്ട് അത്ഭുതത്തോടു കൂടിയിട്ട് തന്റെ കൂട്ടത്തിലുള്ള രാജാവായിരുന്ന കോടികാസ്യൻ എന്ന് പറയുന്ന അനുചരനോട് ചോദിച്ചു, കോടികാസ്യ, ആ കാണുന്ന പെണ്ണ് ഏതാണ്? അവള് യക്ഷിയാണോ അതോ അപ്സരസാണോ അതോ ദേവകന്യകയാണോ? ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അവളിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് കാമം കൊണ്ട് പരവേശപ്പെട്ടിരിക്കുകയാണ്. ഇവളെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചാൽ വേറെ വിവാഹമൊന്നും എനിക്ക് വേറെ വേണ്ട. നമ്മൾ പോകുന്ന വിവാഹത്തിന് പോകേണ്ട ആവശ്യമില്ല. ഇവളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം തിരിച്ച് നമ്മുടെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതുകൊണ്ട് കോടികാസ്യ, നീ ചെന്നിട്ട് അവളോട് അവൾ ആരാണെന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരൂ. ഇത് കേട്ടിട്ട് കോടികാസ്യൻ ആ രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയിട്ട് അവന് ആ ആശ്രമത്തിന്റെ നേരെ ദ്രൗപദിയുടെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഇതുവരെ എന്നോടൊപ്പം ഇത് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.